ഇന്നത്തെ എപ്പിസോഡിൽ അനീഷും അതുപോലെ അപ്പാനിയും നമ്മുടെ നമ്മുടെ അനുമോളും തമ്മിലുള്ള ഒരു ഫൈറ്റ് കണ്ടു. പക്ഷെ അതിൽ എവിടെയൊക്കെയോ നമുക്ക് എപ്പിസോഡിനകത്തൊരു ക്ലാരിറ്റി കുറവുണ്ട്. ലൈവിനകത്ത് ഇത് വളരെ വ്യക്തമായിട്ട് കാണിച്ചതാണ്. എന്ന് വെച്ചാൽ അനീഷ് ഇവരെയും പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പാനിയും അനുമോളും കൂടെ ഭയങ്കരമായിട്ട് അനീഷിനെയും പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അനീഷ് വന്ന് കയറിയ സമയം തൊട്ട് തന്നെ ഇവരെ അങ്ങോട്ടും ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നടക്കുമായിരുന്നു. അനീഷിന്റെ ഒരു ശൈലി ഉണ്ടല്ലോ, നിലപാടില്ലായ്മ. ആ നിലപാടില്ലാത്ത സ്ത്രീ എന്നാണ് അനുമോളെ വിളിക്കുന്നത്. അതിന്റെ റീസൺ ആ ബാത്റൂം ആ ഇഷ്യൂ തന്നെയാണ് അനീഷ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എപ്പോഴും. അപ്പോൾ ഇവർ ജയിലിൽ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുകളൊക്കെ നടന്ന് ഒരു ടൈം എത്തിയപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ അനീഷ് അവിടെ ഇരുന്നുകൊണ്ട് പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിലപാടില്ലാത്ത സ്ത്രീകളെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പോലും എൻ്റെ അയൽപക്കത്ത് പോലും കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രൊവോക്കേഷന്റെ ഭാഗമാണ്. കാരണം അനുമോൾ അനീഷിനെയും ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയും അതുപോലെ പ്രൊവോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് തുടങ്ങി വെച്ചത് അനീഷാണ് ഈ ഒരു ഗെയിമിന് തുടക്കമിട്ടത്. അനീഷ് വളരെ മോശമായിട്ട് ഇവരെയൊക്കെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പാനി വളരെ നല്ല പോലെ അനീഷിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അനുമോൾക്ക് പെട്ടെന്ന് അനീഷ് ഇത് പറഞ്ഞപ്പോൾ അവർക്ക് വിഷമമായി. കാരണം നിലപാടില്ലാത്ത സ്ത്രീ എന്ന് ഇപ്പോൾ പറയാൻ ഞാൻ എന്താണ് ചെയ്തത്? ഈ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ കഴിഞ്ഞ ഇഷ്യൂസിന്റെ ബേസിസിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഇരുന്നും കൊണ്ട് അപ്പോൾ അപ്പാനി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്ന് നല്ലപോലെ എരിവും പുളിവും കയറ്റി കൊടുത്തു. അപ്പാനിയുടെ ഗെയിമാണ് എൻ്റെ മോനെ. ആര്യൻ്റെ അടുത്ത് അനുമോളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ അപ്പാനി പറഞ്ഞതല്ലേ, നമ്മളൊക്കെ കേട്ടതാണ്. എന്നിട്ടിപ്പോൾ കെയറിങ് ഏട്ടായി ആവാണ്. ഇത് ലോകം മുഴുവൻ കാണുന്ന ഷോ അല്ലേ, ആൾക്കാർ നിന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോക്ക് നന്നായിട്ട് അപ്പാനി എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട്. ഇതേ അപ്പാനിയാണ് വന്ന് കയറി മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് നമ്മുടെ ആര്യൻ്റെ അടുത്ത് അനുവിൻ്റെ പുറത്തെ കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുത്തത് എന്നുള്ളതും നമ്മൾ ഓർക്കണം. ഇവിടെ അനുമോൾ ആക്ച്വലി വളരെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പാനി നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു അനുമോള് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇമോഷണൽ ആയത്. അപ്പാനി ഇതിനെ വേറെ രീതിയിലേക്ക് വലുതാക്കി കാണിച്ചു. എന്ന് വെച്ചാൽ അനുമോളെ നെഗറ്റീവാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അനീഷ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അനീഷ് കുറച്ച് ഓവറാണ് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അയാൾ കുറച്ച് ഓവറാണ്, ഒരു സംശയം അതിനകത്തില്ല. അനുമോള് എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്നെന്നും പറഞ്ഞ് അയാൾ ഇപ്പോഴും ഇതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെ അതിനെ ന്യായീകരിക്കാൻ അപ്പാനിക്ക് ഒരു അർഹതയുമില്ല. അപ്പാനിയാണ് ആദ്യം അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു ഷോയിൽ വന്നിരുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് അപവാദം പറഞ്ഞത്. ആ അപ്പാനി ഇപ്പോൾ വന്നിരുന്ന ഏട്ടായി കളിക്കുമ്പോഴുള്ള ഒരു വിരോധാഭാസം മാത്രമാണ് അതിനകത്തുള്ളത്. അതേസമയത്ത് അനീഷ് ഇത്രയും ഈ ഒരു ടോപ്പിക്കിനെ വലിച്ചു നീട്ടി വലുതാക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ പുണ്യാളനുമല്ല അല്ലേ, ആരും പുണ്യാളനൊന്നും അല്ല. അനുമോക്ക് പറയണ്ടെന്ന് തോന്നി അവർ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അതിന് ഇയാൾ ഇപ്പോഴും അതിന്റെ പേരിൽ അവരുടെ മണ്ടയ്ക്ക് കയറേണ്ട കാര്യമൊന്നുമില്ല. അനുമോളാണെങ്കിൽ ഈ അപ്പാനിയുടെ മാനിപ്പുലേഷനിൽ വീണിട്ട് പിന്നീട് അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നോ, ഒരു ബോധമില്ലാതെ എന്തൊക്കെയോ ദേഷ്യമുണ്ട്, താൻ ദേഷ്യക്കാരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഇയാളോട് പല റിയാക്ഷൻസും ഒക്കെ അവിടെ കാണിക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ എപ്പിസോഡിൽ കണ്ടത്. സോ ഇതിൻ്റെ ഒരു തുടക്കം ഇങ്ങനെയാണ്. അനീഷ് ഒരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത്, അതും നിസാര കാര്യങ്ങളുടെ പേരിൽ. ബിഗ് ബോസ് ആണ്, കോണ്ടന്റ് ക്രിയേഷനൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നിസാരമായ കാര്യങ്ങളുടെ പേരിൽ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് മാറ്റി നിർത്തി അനീഷ് നല്ലൊരു എൻ്റർടൈനറാണ്, നല്ലൊരു പ്ലെയർ ആയിട്ട് വരികയും ചെയ്യുമെന്ന് തോന്നുന്നു. പക്ഷെ എന്നും പറഞ്ഞ് അനുമോളുടെ ആ ഒരു മറ്റേ എന്നോ ഒരു ഷഡ്ഡി പൊക്കി മറ്റേ ആര്യം കാണിച്ചു, അത് അനുമോൾ ഇയാളെടുത്ത് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇയാൾ അതിനെ എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അനീഷിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ അയാളെ വഞ്ചിക്കുകയോ പറ്റിക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടാവുകയോ ചെയ്തു എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ള പെമ്പിള്ളേരുടെ മണ്ടയിലോട്ടൊന്നും അനീഷ് പോകേണ്ട കാര്യമൊന്നുമില്ല. അനീഷിന്റെ കാര്യം നോക്കി ജീവിക്കാം. എല്ലാവരും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും എല്ലാ സ്ത്രീകളും ഒരുപോലെയൊന്നുമല്ല. ഇയാൾ സ്ത്രീ വിരുദ്ധനാണെങ്കിൽ അയാളെ കൈവച്ചാൽ മതി. നാട്ടിലുള്ള സ്ത്രീകളെയൊക്കെ കയറി ഭരിക്കാനും അവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാനും ഒക്കെ പോയാൽ അടി കിട്ടും. അതാരായാലും, അനീഷായാലും ഏത് കൊടി കിട്ടിയ ആളായാലും. അപ്പോൾ അനീഷിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ളത്. അനുമോളുടെ കേസിൽ അവരുടെ ഭാഗത്ത് ആ ഇഷ്യൂവിൽ വലിയ തെറ്റൊന്നുമില്ല. ബാക്കി അവരുടെയും പെരുമാറ്റമൊക്കെ കുറച്ച് റഫായിട്ടും ടഫായിട്ടും ഒക്കെയാണ് പൊതുവേ. പക്ഷെ എന്നും പറഞ്ഞ് അന്ന് നടന്നൊരു ഇഷ്യൂന്നേ, ആ ജിസേലിൻ്റെ ഒരു ഷഡ്ഡി കഥയാണ് ഈ പ്രശ്നം അത്രയും ഇപ്പോഴും ഇയാൾ കൊണ്ടു നടക്കുന്നത്. അനുമോള് നിലപാടില്ലാത്ത സ്ത്രീയാണ്. ഇയാൾക്ക് നിലപാടുണ്ടോ? ഇയാൾ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയാറില്ലേ? ഇയാൾ പറയുന്ന വിഷയങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കാറില്ലേ? അയാൾ മറ്റുള്ളവരോട് ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നില്ലേ? മലയാള ഭാഷയെ എടുത്ത് ഉദ്ധരിക്കുന്ന ഇതേ മനുഷ്യൻ തന്നെ ഇംഗ്ലീഷിൽ തേരാപ്പാര പലതും പറഞ്ഞുകൊണ്ട് അതിനകത്ത് നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല, എല്ലാ മനുഷ്യന്മാർക്കും കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ ഇതൊരു ഗെയിമിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നതും അല്ലെങ്കിൽ ആ സ്ത്രീയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും ശരിയല്ല. അപ്പാനിയുടെ കെയറിങ് ഏട്ടായി കളി ഒട്ടും ശരിയല്ല. അയാൾ ഇതിനു മുമ്പ് തന്നെ അനുമോളെക്കുറിച്ച് വേണ്ടാതിനെ അതിനകത്ത് പറഞ്ഞാണ്. അവരുടെ പേഴ്സണൽ ലൈഫിലെ പുറത്ത് നടന്ന കാര്യങ്ങൾ ആര്യനോട് പറഞ്ഞയാളാണ്. ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.